വിവാഹേതര പ്രണയത്തിന്റെ ഫലമായി ഇംഗ്ലണ്ടിന്റെ ചരിത്രം തിരുത്തി കുറിച്ച ആളാണ് ഹെൻറി. ഹെൻറിയുമായിട്ട് ആർതറിന്റെ ഭാര്യ, അതായത് സഹോദരന്റെ ഭാര്യയെ ഹെൻറി എട്ടാമനുമായിട്ട് വിവാഹം കഴിപ്പിക്കും. കാരണം ഈ പൊളിറ്റിക്കൽ ബന്ധം നഷ്ടപ്പെട്ടു പോരുതല്ലോ. അപ്പോ അങ്ങനെ ഇവർ ഹെൻറി എട്ടാമന്റെ ആദ്യ ഭാര്യയാണ്. ആ സമയത്ത് നമ്മുടെ യൂറോപ്പില് റിനേസോൺസ് നടന്നുകൊണ്ടിരിക്കുന്ന സമയമാണ്. അതായത് മാർട്ടിൻ ലൂതറും മറ്റും ബൈബിള് വായിക്കാൻ അറിയാവുന്ന എല്ലാവരും ദൈവത്തോട് ഈക്വലി അടുത്ത് നിൽക്കേണ്ടതാണ് എന്ന നിലയിലുള്ള വലിയ റിഫോംസ് ഒക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അന്ന് വലിയ കാത്തലിക് ഫെയ്ത്ത് ആയിരുന്ന രാജാവ് ഡിഫൻഡർ ഓഫ് ദ ഫെയ്ത്ത് എന്നുള്ള ഒരു പട്ടം തന്നെ പോപ്പെന്ന് കൊടുത്തിരുന്നു. അപ്പൊ പോപ്പിന്റെ തീരുമാനങ്ങളെ ചോദ്യം ചെയ്ത് സ്വയം വീണ്ടും ഒരു തീരുമാനമെടുക്കുക ഇങ്ങനൊന്നും സാധിക്കില്ലല്ലോ. അതുകൊണ്ട് പോപ്പ് ഈ ആവശ്യം നിരാകരിച്ചു. കാതറിനുമായിട്ടുള്ള വിവാഹം തുടർന്നുകൊണ്ടിരിക്കേണ്ട അവസ്ഥ ഉണ്ടായി ഹെൻറിക്ക്. അതോടുകൂടി ഇദ്ദേഹം പോപ്പുമായി തെറ്റുകയും ഇദ്ദേഹം ചർച്ച് ഓഫ് ഇംഗ്ലണ്ട് രൂപീകരിക്കുകയാണ്. അന്നേരം റോമുമായുള്ള സകല ബന്ധങ്ങൾ ഉപേക്ഷിച്ച് ഇദ്ദേഹം ചർച്ച് ഓഫ് ഇംഗ്ലണ്ട് സ്ഥാപിച്ച് അതിന്റെ പരമാധികാരിയായി സ്വയം അവരോധിക്കുകയാണ്. അങ്ങനെ സ്വന്തമായിട്ട് ചർച്ച് ഓഫ് ഇംഗ്ലണ്ടിന്റെ തലവനായ രാജാവ് കാതറിനുമായിട്ടുള്ള വിവാഹം സ്വന്തമായി തന്നെ റദ്ദാക്കി. അതിനുശേഷം ആൻ ബൊലീനെ വിവാഹം ചെയ്തു. അപ്പൊ ഈ ചർച്ച് ഓഫ് ഇംഗ്ലണ്ടിന്റെ ഫോർമേഷൻ എന്താണെന്ന് ഇപ്പൊ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു അവിഹിത പ്രണയത്തിന്റെ ഭാഗമായിട്ട് ഇംഗ്ലണ്ടിന്റെ ചരിത്രം തന്നെ തിരുത്തി കുറിച്ച ഒരു സംഭവമാണ് നമ്മുടെ ഹെൻറി എട്ടാമനും ആൻ ബൊലീനും തമ്മിലുള്ള വിവാഹം.